അമൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ദേവൻ വീട് മുഴുവൻ ചുറ്റി നടന്ന് കണ്ടു. അവസാനമായി ദേവനും അമനും എത്തി നിന്നത് ഗൗരിയുടെ റൂമിലായിരുന്നു. ഇത് അവളുടെ പ്രൈവസി സ്ഥലമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവൻ നോക്കാതെ പോന്നു. എങ്കിലും അമൻ ദേവനെ നിർബന്ധിച്ചതുകൊണ്ട് റൂമിൽ കയറ്റി. പെട്ടെന്ന് അമനൊരു കോള് വന്ന് അവൻ അവിടെ നിന്നും പോയി. അപ്പോഴാണ് ദേവൻ്റെ ബാങ്ക് കാർഡ് അവിടെ കണ്ട് ദേവൻ സംശയത്തിലാവുന്നത്. ഈ പെണ്ണ് ആരാണ്? എൻ്റെ കാർഡ് എങ്ങനെ? ദേവൻ വീണ്ടും ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. പെട്ടെന്ന് അമൻ അങ്ങോട്ടേക്ക് വന്നു. ഡാ, എന്തായി? നല്ല ഭംഗിയല്ലേ? ദേവനൊന്ന് മൂളി. എന്ത് പറ്റിയടാ? അമൻ തിരക്കി. ഏയ്, ഒന്നുമില്ല. ശരി, വാ, ജ്യൂസ് ഉണ്ടാക്കി താഴെ വെച്ചിട്ടുണ്ട്, നമുക്ക് അല്പം നേരം അങ്ങോട്ടേക്കിരിക്കാം, അമൻ പറഞ്ഞു. ദേവൻ തലയാട്ടിക്കൊണ്ട് ആ കാർഡ് അമൻ കാണാതെ അവൻ്റെ പേഴ്സിലിട്ടുകൊണ്ട് താഴേക്ക് പോയി. റൂമിൽ നിന്നും ഇറങ്ങിയ ദേവൻ്റെ മുഖം അമൻ ശ്രദ്ധിച്ചിരുന്നു. എന്താ ദേവാ, എന്ത് പറ്റി? ഏയ്, ഒന്നുമില്ല, ഞാൻ ഇറങ്ങുവാണ് അമൻ, പോയിട്ട് ജോലിയുണ്ട്. പെട്ടെന്ന് ദേവൻ ധൃതി കാട്ടുന്നത് കണ്ട് അമനൊന്നും മനസ്സിലായില്ല. അവനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്ന് മുന്നേ അറിഞ്ഞതുകൊണ്ട് തന്നെ അമൻ തടഞ്ഞു നിർത്തിയതുമില്ല. ഇതേ സമയം ഫാഷൻ ഹബ്ബിൽ ഗൗരി ചെന്ന ഉടൻ അവൾക്ക് ജോലികൾ ലഭിച്ചു. രാവിലെ മുതൽ അവൾ അവിടെ പണികളിലായിരുന്നു. ബാത്റൂം ക്ലീനിങ്, സ്റ്റാഫുകൾക്ക് ചായ കൊണ്ടുപോയി കൊടുക്കൽ, ഇതൊക്കെയായിരുന്നു അവളുടെ ജോലി. അതിലവൾക്ക് വിഷമമുണ്ടെങ്കിലും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. ഫാഷൻ ഹബ്ബിലെ ജോലി ഗൗരിയെ തളർത്താൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. വന്ന പുതിയ പെണ്ണ് എങ്ങനെയെന്നറിയാൻ സ്റ്റാഫുകൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരായി ചായ വാങ്ങാൻ അവളെ പുറത്തേക്ക് അയക്കുമായിരുന്നു. ദേഷ്യം വന്നെങ്കിലും അവൾ ആരെയും അനുസരിക്കാതിരുന്നില്ല. അവൾക്ക് മുന്നിൽ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഫാഷൻ ഹബ്ബിലെ ജോലികളും ഓൺലൈനായിട്ടുള്ള പഠനവും അവളെ ക്ഷീണത്തിലാക്കി. എങ്കിലും ദേവനോടുള്ള ചാറ്റിംഗ് അവളെ പുതു ഉണർവ് നൽകിയിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ, ഹായ്, ഗുഡ് മോർണിംഗ് മൈ ഡിയർ. ദേവൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു. ഹായ്, എന്താണ് രാവിലെ തന്നെ? ദേവനും തിരികെ അയച്ചു. ചുമ്മാ വർക്കിന് പോകും മുന്നേ വന്നതാ, ഗൗരി റിപ്ലൈ കൊടുത്തു. അല്ല, എന്താ വർക്ക്? ബെഡിൽ ചിരിയോടെ കിടന്നുകൊണ്ട് ദേവൻ ചോദിച്ചു. പറയില്ല. എന്നാലും? ഇല്ല മോനെ. ശരി, ഞാൻ കണ്ടുപിടിച്ചോളാം, ദേവൻ പറഞ്ഞു. ഗൗരി ആ മെസ്സേജ് കണ്ടതും ചിരിയോടെ ഫോൺ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ചിരിച്ചു. ഇങ്ങേർക്ക് ഞാനാണെന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ റിപ്ലൈ തരണമെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാകണം. അത് ഓർത്തതും അവളുടെ ഉള്ളിൽ ഒരു ഇടിമിന്നലേറ്റ പോലെയായി. എന്തായാലും എന്താ, എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, സമയമായി. അവൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി. ഫാഷൻ ഹബ്ബിൽ 9 മണിക്കെത്തണം. പതിവ് പോലെ ഓഫീസിലെത്തിയ ദേവൻ നല്ല ഉഷാറിലായിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോഴാണ് റോസ് ഫാഷൻ ഹബ്ബിൽ നിന്നും ദേവനെ കാണാനായി അതിൻ്റെ ഓണർ വന്നതായി ഫിറോസ് അറിയിച്ചത്. വരാൻ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേവൻ കസേരയിലേക്ക് ചാരിയിരുന്നു. റോസ് ഹബ്ബിൻ്റെ ഓണർ ചിരിച്ച മുഖത്തോടെ ദേവനെ നോക്കി. ഹായ് സാർ, ഞാൻ റോസ് ഫാഷൻ ഹബ്ബിൻ്റെ ഓണറാണ്. യെസ്, പറയൂ. സാർ, ഞാൻ നിങ്ങളെ ഞങ്ങളുടെ ഫാഷൻ ഹബ്ബിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. എന്തിന്? ദേവൻ സംശയത്തോടെ ചോദിച്ചു. സാർ, നിങ്ങളെപ്പോലെ ഒരു ബിസിനസ്മാൻ ഞങ്ങളുടെ ഹബ്ബിൽ വന്ന് ഒരു വസ്ത്രം ഡിസൈൻ ചെയ്ത് ഉപയോഗിച്ചാൽ അത് ഞങ്ങളുടെ ഫാഷൻ ഹബ്ബിനെ നല്ല രീതിയിൽ ഉയർത്താൻ സഹായിക്കും. അതുകൊണ്ട് സാർ, ഞങ്ങളുടെ ഹബ്ബിൽ വന്ന് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് വാങ്ങണം. ഒരു പണവും വേണ്ട സാർ, നിങ്ങൾക്ക് വേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ ഞങ്ങൾ തരാം, ഓണർ വിനയ് പറഞ്ഞു. നല്ല മൂഡിലായതുകൊണ്ട് തന്നെ ദേവൻ തലയാട്ടി. താങ്ക്സ് സാർ. നിങ്ങൾ എന്നാണ് വരിക? വിനയ് ചോദിച്ചു. വൈകിക്കണ്ട, നാളെ തന്നെ ആവാം. ദേവൻ ഫിറോസിനെ വിളിച്ചുകൊണ്ട് നാളെ മീറ്റിംഗ് വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഇല്ലെന്നറിഞ്ഞതും നാളെ തന്നെ വരാമെന്ന് ഫിക്സ് ചെയ്തു. ഇതേ സമയം ഹബ്ബിൽ ചായ വാങ്ങി തിരിച്ചു വന്ന ഗൗരി ഹബ്ബിൻ്റെ പേര് വായിച്ചുകൊണ്ട് പിറുപിറുത്തു. റോസ് ഹബ്ബ് എന്നല്ല പേര് വേണ്ടിയിരുന്നത്, ടീ ഷോപ്പ് എന്നായിരുന്നു. ചായക്കടയിൽ പോലും ഇത്രയും ചായ കുടിക്കുന്ന ആളുകൾ വരില്ല. ചായയുമായി പടികൾ കയറുന്ന ഗൗരി എല്ലാത്തിനെയും പറ്റി കുശുകുശുക്കുന്നു. ഞാൻ എന്താ ഇവരുടെ വേലക്കാരിയാണോ ഇങ്ങനെ ഇരുന്ന് ഭരിക്കാൻ? ഗൗരി ചായയുമായി മെയിൻ സ്റ്റാഫിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ ഗൗരി, വലിയ ഗൗരവത്തിലാണല്ലോ. എൻ്റെ പൊന്നു മേഡം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ അവസ്ഥ. 24 മണിക്കൂറിൽ 10 മണിക്കൂറാണ് ഹബ്ബ് ഓപ്പൺ ആയിട്ടുള്ളത്. ആ 10 മണിക്കൂറിൽ 22 ചായ വരെ കുടിക്കുന്ന സ്റ്റാഫുകളാണ് ഇവിടെയുള്ളത്. സത്യം പറയാലോ, നടന്ന് തളർന്നു. പോരാത്തതിന് വെയിൽ കൊണ്ട് ഞാൻ കറുത്തും പോകും. ഗൗരി അത് പറയുമ്പോൾ ഷാറ്റ 11ാമത്തെ ചായ ഊതി കുടിക്കുകയായിരുന്നു. അത് കേട്ടതും ഷാറ്റ ഗൗരിയൊന്ന് നോക്കി. എളിയിൽ കയ്യും കുത്തി ഗൗരി ഷാറ്റയെ നോക്കി വിളറിയ ചിരിയൊന്ന് ചിരിച്ചു. മാഡം കുടി, മുഴുവൻ കുടി.
ഇത്രയും ദിവസത്തെ പരിചയത്തിൽ ഗൗരി എങ്ങനെയാണെന്ന് ഷാറ്റ എങ്ങനെയാണെന്നും ഇരുവരും നല്ലതുപോലെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഭാഷണം തികച്ചും ചിരിയും തമാശയും മാത്രമായിരുന്നു. പെട്ടെന്നാണ് ഷാറ്റയ്ക്ക് ഒരു കോള് വന്നത്. വിനയായിരുന്നു അത്. പെട്ടെന്ന് തന്നെ VIP റൂം വൃത്തിയാക്കാനായി അദ്ദേഹം പറഞ്ഞു. ഹബിൻ്റെ ഒരു കോർണറിൽ VIP ആരെങ്കിലും എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ച് പണി കഴിപ്പിച്ച റൂമാണ് VIP റൂം. അത് ഇതുവരെ തുറന്നിട്ടുമില്ല. VIP ആരും വന്നിട്ടുമില്ല. സാർ, ആരെങ്കിലും വരുന്നുണ്ടോ? ഷാറ്റ തുടക്കത്തിൽ ചോദിച്ചു. ഉണ്ട്, ബിസിനസ് കിങ് തന്നെ. ഷാറ്റയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ പെട്ടെന്ന് തന്നെ ഗൗരിയോട് VIP റൂമിലേക്ക് തൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ഒരുപാട് കാലമായി പൂട്ടിക്കിടന്ന VIP റൂം ആദ്യമായി ഒരു VIPക്ക് വേണ്ടി തുറക്കുന്നു. ഹബ്ബ് മുഴുവൻ ആ കാര്യം കാട്ടുതീ പോലെ പടർന്നു. ഒരുപാട് കാലമായി അടച്ചിട്ടത് കൊണ്ട് പൊടിപിടിച്ച് കിടക്കുകയായിരുന്നു. അത് കണ്ടതും ഗൗരി ഷാറ്റയൊന്ന് നോക്കി. നേരത്തെ ഗൗരി ചിരിച്ച ആ വിളറിയ ചിരി ഷാറ്റ അവൾക്ക് തിരിച്ച് സമ്മാനിച്ചു. ദേ നോക്ക് ഗൗരി, ഇന്നിനി ചായയൊന്നും നീ കൊണ്ടുവരണ്ട. പകരം നീ ഇത് ക്ലീനാക്കിയാൽ മാത്രം മതി. മാഡം പ്ലീസ് മുത്തേ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഷാറ്റ തപ്പി എൻ്റെ ഗണേശ, എപ്പോൾ തീരാനായി പണി? പണികൾ ഓരോന്നോരോന്നായി തുടങ്ങി. 5 മണിക്കൂറത്തെ നീണ്ട ജോലിയായിരുന്നു അത്. അപ്പോഴേക്കും ഹബ്ബ് അടയ്ക്കേണ്ട സമയം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ജോലിക്കാർ എല്ലാവരും പോയിരുന്നു. പണി കഴിഞ്ഞ് നടുനിവർത്തിയതും വിരൽ പൊട്ടും പോലെ നടുവിൻ്റെ എല്ലുകൾ ശബ്ദമുണ്ടാക്കി. താങ്ക്സ് ഗൗരി, ഒരുപാട് നന്ദി, ഷാറ്റ പറഞ്ഞു. ഓഹ് ആയിക്കോട്ടെ, ഗൗരി പറഞ്ഞു. ഷാറ്റ ഡ്രോയർ തുറന്ന് ഗൗരിക്ക് 1000 രൂപ നൽകി. ഇതെന്താ മാഡം, എൻ്റെ സാലറി ടൈം ആയിട്ടില്ലല്ലോ. അറിയാം, നീ ഇത് വെച്ചോ. ഷാറ്റ ചുറ്റിലും നോക്കിയൊന്ന് പറഞ്ഞു. നീ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. നിന്റെ 1 മാസത്തെ ശമ്പളമൊന്നും നീ ചെയ്യുന്ന പണിക്ക് ഒന്നും ആവില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയുള്ളൂ. ഷാറ്റ അവൾക്ക് പണം നൽകി ബാഗും എടുത്തിറങ്ങി. അവളുടെ ആദ്യ ശമ്പളമായിരുന്നു അത്. ഇതേ സമയം, സാർ, നിങ്ങൾ നാളെ ശരിക്കും റോസ് ഹബിൽ പോകുന്നുണ്ടോ? ഫിറോസ് തിരക്കി. ഫയൽ നോക്കുന്നതിനിടയ്ക്ക് ദേവൻ ചോദിച്ചു. എന്തേ, പോകണ്ടേ? അല്ല സാർ, നിങ്ങൾ പൊതുവെ ഇതുപോലുള്ള ചെറിയൊരു ഷോപ്പിൽ. ഡോ, എൻ്റെ അച്ഛൻ ഈ കമ്പനി ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുത്തതല്ല. ചെറിയ കുടിൽ വ്യവസായത്തിൽ നിന്നും തുടങ്ങിയതാ. അതിന് സാറെന്തിനാ ഈ ഷോപ്പ്? എടോ, തനിക്ക് എന്താ വേണ്ടേ? ഏയ്, ഞാൻ ചുമ്മാ. എന്നാ ചെല്ല്. ഫിറോസ് പിന്നെ ഒന്നും മിണ്ടാതെ പോന്നു. ദേവിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. പിറ്റേന്ന് രാവിലെ 6:45 ഗൗരിയുടെ ഫോൺ റിംഗ് ചെയ്യുന്നത്. ഹബ്ബിലെ ആവശ്യത്തിനായി അവൾ പുതിയ സിം വാങ്ങിയിരുന്നു. ഷാറ്റയാണ് വിളിച്ചത്. ഉറക്കത്തിൽ നിന്നും ഗൗരി ഉണർന്നിരുന്നില്ല. ഹലോ മാഡം, എന്താ? അവൾ ഉറക്കപ്പിച്ചിൽ തന്നെ ചോദിച്ചു. ഗൗരി, ഇന്ന് നേരത്തെ നീ വരണം. ബാത്റൂം ക്ലീനിങ് ഉണ്ട്, പിന്നെ കുറച്ച് പണികളും. മാഡം, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. നോക്ക് ഗൗരി, ഇത് ഓണറുടെ ആവശ്യമാണ്. നീ വരാൻ നോക്ക്. ഷാറ്റ അതും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. ഗൗരി എഴുന്നേറ്റ് ഫ്രഷായി. കൂട്ടത്തിൽ നല്ല ടോപ്പ് തന്നെ അവൾ ഇടാനായി എടുത്തു. തലേന്ന് ഷാറ്റ പറഞ്ഞിരുന്നു എല്ലാവരും നല്ല വസ്ത്രം ധരിക്കണമെന്ന്. ഗൗരി വീട്ടിൽ നിന്നും നല്ല വസ്ത്രം ധരിച്ചാണ് പോകാറുള്ളത്. അവിടെ അവൾക്ക് വർക്ക് ഡ്രസ് വേറെ ഉണ്ടായിരുന്നു. ഒരു സ്ലീവ്ലെസ് കുർത്തിയാണ് അവൾ ഇടുന്നത്. നല്ല മെറൂൺ കളർ, അതിലേക്ക് വൈറ്റ് കളർ ഷോർട്ട് പാൻറ്റും. അവളുടെ മുടി അവൾ അഴിച്ചിട്ടിരുന്നു. അവൾ ആ ഡ്രസ്സിൽ വളരെ സുന്ദരിയായി തോന്നി. താഴേക്കിറങ്ങിയ ഗൗരിയെ കണ്ട് അവൻ അന്തം വിട്ടു. പൂച്ചക്കുട്ടി, താൻ ഇത്രയും രാവിലെ എങ്ങോട്ടാ? അവൾ മുഖത്തേക്ക് വീണ് കിടന്ന മുടി ചെവിയുടെ പിറകിലേക്ക് തിരുകിക്കൊണ്ട് അവനോട് പറഞ്ഞു. ഇന്ന് വർക്കിന് നേരത്തെ പോകണം. ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി, അവൻ പറഞ്ഞു. അത് പറഞ്ഞതും സെർവൻ്റ് ഫുഡ് എടുത്തു വെച്ചു. അല്ല, താൻ എങ്ങനെ പോകും? അവൻ ചോദിച്ചു. ഞാൻ ബസ്സിൽ. വേണ്ട, ഞാൻ കാറിൽ കൊണ്ടുപോയി ആക്കാം. താൻ ഇങ്ങനെ ബസ്സിൽ പോകണ്ട. അതെന്താ? ഡോ, ഒന്നുമില്ല, ഞാൻ കൊണ്ടുപോയി ആക്കാം. അവളും ശരിയെന്ന് പറഞ്ഞു. അവളുടെ ആ ഭംഗി അവനെ വല്ലാതെയാക്കി. ബസ്സിൽ തിരക്ക് വല്ലതുമുണ്ടിൽ ഗൗരിക്ക് നിൽക്കേണ്ടി വരും. പിന്നെ അവളുടെ ശരീരത്തിൽ ആരെയും തൊടുകയും മറ്റും ചെയ്താൽ അവന് ചിന്തയിൽ നിന്നും ഉണരാൻ തല ഒന്ന് കുടഞ്ഞു. അവരെ ഏതാനും നേരം കൊണ്ട് ഹബ്ബിലെത്തി. ശ്രദ്ധിച്ചു പോ ഗൗരി, അവൻ പറഞ്ഞു. ശരിയെന്ന അർത്ഥത്തിൽ ഗൗരി തലയാട്ടി. പിന്നെ അവൻ അവളെ പിന്നിൽ നിന്നും വിളിച്ചു. എന്താ? ഒരു ചെറുചിരിയോടെ അവൾ അവനോട് ചോദിച്ചു. ഈ ഡ്രസ്സിൽ താൻ അതീവ സുന്ദരിയാണ്. താങ്ക്സ്, അവൾ ചിരിയോടെ പറഞ്ഞു. ഹബ്ബിലേക്ക് കയറി ഏതാനും നേരം കൊണ്ട് അവൾ വർക്കുകളെല്ലാം തീർത്തു. ബാത്റൂം ക്ലീനിങ് ആയിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. എല്ലാം കഴിഞ്ഞ് ഷാറ്റ അവളുടെ അടുത്തേക്ക് വന്നു. ഗൗരി, അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. നീ ഈ ഡ്രസ്സ് മാറ്റി വൃത്തിയായി നിൽക്ക്. ഒരു കാരണവശാലും നമുക്ക് ഈ ഡീൽ മിസ്സാവരുത്.
ഷാറ്റ പറഞ്ഞു. ഇതേ സമയം മറ്റു സ്റ്റാഫുകൾ മേക്കപ്പിലും സൗന്ദര്യം നോക്കുന്ന തിരക്കിലുമായിരുന്നു. എല്ലാവർക്കും ആ വരുന്ന വ്യക്തിയെ കാണണം, ഇംപ്രസ് ചെയ്യിക്കണം എന്നൊക്കെയായിരുന്നു. ഗൗരി ഒന്ന് ഫ്രഷായി മോർണിംഗ് ഇട്ട ഡ്രസ്സൊന്ന് സെറ്റായി. വരുന്ന ആൾക്ക് അവളെ കാണേണ്ട ഒരു കാര്യവുമില്ല എന്ന് അവൾക്ക് നന്നായിട്ടറിയാം. അവൾ കാരണം ഒരു ഡീലും നഷ്ടമാവരുത് എന്ന് അവൾ ആഗ്രഹിച്ചു. പെട്ടെന്ന് അവിടുത്തെ സ്റ്റാഫുകളിൽ ഒരു പെണ്ണ് അവളുടെ അടുത്തേക്ക് വന്നു. ഏയ്, നീ എന്ത് ചെയ്യുകയാണ്? ആ പെണ്ണ് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല മേഡം. അതെ, നീ വല്ലാതെ ഒരുങ്ങണ്ട. നീ ഇവിടുത്തെ സെർവൻറ്റ് മാത്രമാണ്. വരുന്ന ആളെ കാണാൻ പോലും നിനക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു പോകരുത്. അപ്പോഴേക്കും ബാക്കിയുള്ളവരും ഗൗരിയെ വളഞ്ഞു. ശരിയാ, ഇവളെ കണ്ടാൽ ഇവൾ ഇവിടുത്തെ മെയിൻ സ്റ്റാഫാണെന്ന് തോന്നും, പലരും പറഞ്ഞു. സത്യത്തിൽ ഗൗരിയുടെ സൗന്ദര്യം അവരെ എല്ലാവരെയും നിരാശരാക്കിയിരുന്നു. പോരാത്തതിന് അവളുടെ കളറിനോട് നന്നായി ഇണങ്ങുന്ന മെറൂൺ കുർത്തയും. ഏയ് ഗൈസ്, സാർ വന്നു. ഷാറ്റ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് ആദ്യം ഗൗരി അടുത്തു വന്ന പെൺകുട്ടി അവളെ ഒരു റൂമിലേക്ക് ഉന്തി. ഇവിടെ ഇരുന്നാൽ മതി. ശക്തിയായി ഉന്തിയതുകൊണ്ട് തന്നെ ഗൗരിയുടെ കൈ ടേബിളിൽ വെച്ച് കുത്തി. നീല നിറമായിരുന്നു. എല്ലാവരും ഹബിൻ്റെ ഓപ്പൺ ഏരിയ ലക്ഷ്യമാക്കി ചെന്നു. അവിടെ ഷാറ്റയും കീർത്തി എന്നൊരു പെൺകുട്ടിയും മാലയും താലവുമായി നിൽപ്പുണ്ടായിരുന്നു. ദേവൻ കാറിൽ നിന്നും ഇറങ്ങാനായി ഫിറോസ് ഡോർ തുറന്ന് നൽകി. ദേവനെ കണ്ടതും എല്ലാ പെൺകുട്ടികളുടെയും കണ്ണുകൾ അവൻ്റെ ഭംഗിയിൽ അലിഞ്ഞു നോക്കി നിന്നു. ഡി, എന്തൊരു ലുക്കാണല്ലേ ഇങ്ങേര്, കൂട്ടത്തിലൊരുത്തി പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം? ആർക്ക് വിധിച്ചതാണാവോ ഈ മുതൽ? മറ്റൊരുത്തി അസൂയയിൽ പറഞ്ഞു. ഷാറ്റ താളത്തിലിരുന്ന പൂമാല ദേവൻ്റെ കഴുത്തിലേക്ക് ഇടാനായി ആഞ്ഞു. ദേവൻ ഇടത് കൈകൊണ്ട് അത് എതിർത്തു. ഐ ഡോണ്ട് ഹാവ് എനി ഇൻട്രസ്റ്റ് ഇൻ ദിസ്. ദേവൻ ശബ്ദം അല്പം ഉയർത്തി പറഞ്ഞു. ഓക്കെ സാർ, ഐ ആം സോറി. ഷാറ്റ ക്ഷമാപണം പോലെ പറഞ്ഞു. ഷാറ്റ ആകെ വിളറി വെളുത്തതുപോലെയായി. എങ്കിലും അവൾ അത് പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം കുറച്ച് ഹാർഡാണെന്നും കേട്ടിട്ടുണ്ട്. ഫിറോസ് ഷാറ്റയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു. വിരോധമില്ലെങ്കിൽ എൻ്റെ കഴുത്തിലിട്ടോളൂ. അതിന് താൻ ഏതാ ഞാൻ ഏതാ എന്നൊന്നും പ്രസക്തിയില്ല. നാണം കെട്ട് നിൽക്കുന്നതിലും നല്ലതാണ്. ഷാറ്റ ഒന്നും മിണ്ടിയില്ല. ദേവനെ അവർ VIP റൂമിലേക്ക് ഇരുത്തി. പെൺകുട്ടികളുടെ കണ്ണുകളെല്ലാം അവനെ ചുറ്റി വളഞ്ഞു. എടി, എന്തൊരു ഭംഗിയാണ്, ഒരു സെൽഫി തരുമോ എന്തോ, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. സാർ, നിങ്ങൾക്ക് കുടിക്കാൻ എന്താണ് വേണ്ടത്? ഷാറ്റ വിനയത്തിൽ ചോദിച്ചു. കൂൾ ഡ്രിങ്ക്സ് എന്തേലും മതി, ഫിറോസ് പറഞ്ഞു. ഷാറ്റ ഫിറോസിനെ നോക്കി തലയാട്ടി. ഷാറ്റ ചുറ്റിലും ഗൗരിയെ നോക്കി. അവിടെയുള്ളൊരു പെണ്ണിനോട് ഗൗരിയെ അന്വേഷിച്ചു. അവൾ ആ റൂമിലാണെന്ന് ഷാറ്റയോട് ആ പെൺകുട്ടി പറഞ്ഞു. ഷാറ്റ കൂൾ ഡ്രിങ്ക്സ് വാങ്ങാനായി ഗൗരിയോട് ആവശ്യപ്പെട്ടു. ശരിയെന്ന് വിനയത്തിൽ പറഞ്ഞുകൊണ്ട് ഗൗരി പോയി വാങ്ങി വന്നു. അവൾ VIP റൂമിൻ്റെ പുറത്തേക്കെത്തിയതും കീർത്തി അവളെ തടഞ്ഞു. എങ്ങോട്ടാ? ദേഷ്യത്തിൽ കീർത്തി ചോദിച്ചു. കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാൻ. അതെ, കക്കൂസ് കഴുകുന്നവർ ആ പണി നോക്കിയാൽ മതി. വെറുതെ ഇവിടെയുള്ള മെയിൻ സ്റ്റാഫ് ആവാൻ നോക്കണ്ട. ഗൗരിയുടെ കയ്യിലെ കൂൾ ഡ്രിങ്ക്സ് തട്ടിയെടുത്തുകൊണ്ട് കീർത്തി പറഞ്ഞു. അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട എന്ന് കരുതി ഗൗരി ഒന്നും മിണ്ടിയില്ല. ഗൗരി തിരികെ പോയി. പെട്ടെന്നാണ് VIP റൂമിൽ നിന്നും ഉച്ചത്തിൽ ചീത്തവിളി കേൾക്കുന്നത്. നേരത്തെ ഗൗരിയുടെ കയ്യിൽ നിന്നും കീർത്തി തട്ടിയെടുത്ത കൂൾ ഡ്രിങ്ക്സ് ഗ്ലാസ്സിലൊഴിച്ച് ദേവന് നൽകാൻ ചെല്ലുമ്പോഴായിരുന്നു കീർത്തി എവിടെയോ കാൽത്തട്ടി വീഴുന്നത്. വീണതും ആ ഡ്രിങ്ക്സ് മുഴുവൻ ദേവന്റെ ദേഹത്ത് പറ്റി. അതിനിടയിൽ നിന്നും ഗൗരിയെ അലറി ഷാറ്റ വിളിക്കുന്നതുണ്ടായിരുന്നു. ഗൗരി അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. അപ്പോഴാണ് കീർത്തിയെ കണ്ണുപൊട്ടും ചീത്ത പറഞ്ഞു നിൽക്കുന്ന അയാളെ അവൾ കണ്ടത്. എൻ്റെ ഗണേശ, ഇങ്ങേരായിരുന്നു. അവൾ ഞെട്ടലിൽ നിന്നു. ഗൗരി, ആ ഫൈൻ കൊണ്ടുവന്ന് സാറിന് കൊടുക്ക്, ഷാറ്റ പറഞ്ഞു. ശരി മാഡം. പെട്ടെന്നാണ് തനിക്ക് പരിചയമുള്ള ശബ്ദം ദേവൻ ആ തിരക്കിനിടയിലും ശ്രദ്ധിച്ചത്. അവൻ അങ്ങോട്ടേക്ക് നോക്കി. പക്ഷേ അപ്പോഴേക്കും അവൾ അവിടെ നിന്നും പോയിരുന്നു. ഏയ്, ഏതാ ആ കുട്ടി? ദേവൻ ഷാറ്റയെ നോക്കി ചോദിച്ചു. അത് ഇവിടുത്തെ സെർവൻ്റാണ് സാർ, കാൾ ഹെർ. ദേവൻ അവൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഗൗരി. ഷാറ്റ വിളിക്കുന്നത് കേട്ട് ദേവൻ അമ്പരന്ന് നിന്നു.